നാട് വരൾച്ചയുടെ പിടിയിൽ. തൂതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ജലവിതരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ. പരുതൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാസങ്ങളായി ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. തൂതപ്പുഴയിലെ മുറിഞ്ഞായക്കടവിൽ നിന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയിൽ നിന്നും പഞ്ചായത്ത് വെള്ളം വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വെള്ളം വറ്റിയതിനാൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ NCV ന്യൂസിനോട് പ്രതികരിച്ചു. ചെയ്യാൻ കഴിയുള്ളൂ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടി കൂടി വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, ഈ ചെറുകിട കുടിവെള്ളങ്ങളൊക്കെ തന്നെ കുടിവെള്ള സ്കീമുകളൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായും നമ്മളെ ആശങ്കയിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ തൂതപ്പുഴ പരുതൂർ പഞ്ചായത്തിൻ്റെ ഇരുവശവും പുഴയാണ്. ഒരു ഭാഗം ഭാരതപ്പുഴയും ഒരു ഭാഗം തൂതപ്പുഴയുമാണ്. എന്നിട്ടും ഈ രൂക്ഷത പരുതൂർ പഞ്ചായത്ത് അനുഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രയാസകരം തന്നെയാണ്. തൂതപ്പുഴയിൽ 2 ദിവസത്തെ വെള്ളം വിതരണത്തിനുള്ള വെള്ളം മാത്രമാണ് അവിടെ മുറിഞ്ഞായക്കടവിൽ അവശേഷിക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 2 ദിവസത്തിനകം വെള്ളം ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തൂതപ്പുഴ കടന്നുപോകുന്ന പഞ്ചായത്തുകളിൽ ചെറുതും വലുതുമായ ജലസേചന പദ്ധതികളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ആശങ്ക ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വേനലിനെ അപേക്ഷിച്ച് അതിവേഗത്തിലാണ് ഇത്തവണ പുഴ വറ്റി വരേണ്ടത്. ഭാരതപ്പുഴ തൃത്താല വെള്ളിയങ്കല് തടയണയിലും ജലനിരപ്പ് വലിയ തോതിലാണ് കുറഞ്ഞിരിക്കുന്നത്. NCV ന്യൂസ് തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.